അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിങ്ങൾ എല്ലാ പള്ളികളിൽ നിന്നും ഒരുപാട് ആൾക്കാരെ സംഘടിപ്പിച്ച് എല്ലാ മഹല്ലുകാരും കൂടി ചേർന്ന് നിന്നിട്ട് ഒരു പള്ളിയിൽ നിന്നും മറ്റുള്ള പള്ളിയിലേക്ക് പോകലല്ല, മറിച്ച് 5 നേരവും ഏത് ജോലി തിരക്കിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ബാങ്ക് വിളി കേൾക്കുമ്പോൾ ജോലിൻ്റെ ഇടയ്ക്ക് ആവേശത്തിൽ തന്നെ വന്ന് പള്ളിയിലേക്ക് വരണം. നിങ്ങൾ ഗൾഫിൽ വന്ന് നോക്കിയാൽ കാണാൻ കഴിയും, എല്ലാം പല പല ജോലി ചെയ്യുന്നവരാണ്. എല്ലാം ഒരു സമയത്ത് എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചിലവർ വന്ന് ഒറ്റക്ക് ജമാഅത്ത് കഴിഞ്ഞ് വരുന്നവരുണ്ട്, നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിക്കും. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ പള്ളികളിലേക്കും ജനങ്ങളെ വരുത്തിക്കണം, ജനങ്ങൾ ചെല്ലണം. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ വേണ്ടേ? ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, അത് സൂര്യനിൽ നിന്നുമാണ് പ്രകാശം സ്വീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പ്രകാശിക്കുന്നില്ല, അത് സൂര്യനിൽ നിന്നാണ് പ്രകാശം കിട്ടിയത്. ഈ ലോകം മുഴുവൻ വെളിച്ചം നൽകുന്ന ഏകനായ അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏഴാകാശ ലോകത്ത് സിംഹാസനത്തിൽ. അവിടെ ഇരിക്കുക മാത്രമല്ല, നമ്മളിലൂടെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ആകാശലോകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്ന അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവനെ മറന്നുകൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ടാകാം, അവനെ ഓർത്തുകൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ടാകാം, അവനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സഞ്ചരിച്ച് നടക്കുന്നവരുണ്ടാകാം. ഇവരെല്ലാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഏകനായ ഈശ്വരൻ്റെ അല്ലാഹുവിൻ്റെ നിയമം അനുസരിച്ചാണ്, വിധി അനുസരിച്ചാണ്. അതിന് നമ്മൾക്ക് വേണ്ടത് സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ കാണുവാനുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഖബറിനെക്കുറിച്ചോ മഹ്ശറയെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭയവും തോന്നത്തില്ല, സത്യത്തിൽ അല്ലേ? അതിനുള്ള കാരണം എന്താണ്? ശരീരം സത്യനിഷേധിയായ കാഫിറായ ഒരു ജിന്നുണ്ട്, ഇബ്ലീസ്. അവനാണ് നിങ്ങളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവർക്കാണ് ഉത്തരം, അവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്കാണ് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാകുമ്പോഴേ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയത്തുള്ളൂ. അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ അടിമയാകണം.